നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ചിറ്റൂരിൽ 3 കോടിയുടെ കുഴൽപ്പണവുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ. കാറിൽ രഹസ്യ അറയുണ്ടാക്കി പണം കടത്തിയ സംഘം പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ. കുന്നംകുളത്ത് ലഹരി മരുന്നുമായി പിടിയിലായവരുടെ ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. പുതിയ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര സായാഹ്നം. കേന്ദ്ര ബജറ്റിനെതിരെ മേലെ പട്ടാമ്പിയിൽ FSCTO നേതൃത്വത്തിൽ സായാഹ്ന ധർണ. വയനാടിന് തൃശൂർ കോർപ്പറേഷന്റെ കണ്ണീർ പൂക്കൾ. ഈ വർഷം കോർപ്പറേഷന്റെ ഓണാഘോഷമില്ല. പുലിക്കളി ഉൾപ്പെടെ എല്ലാ ആഘോഷവും ഒഴിവാക്കാൻ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ 3 കോടിയോളം രൂപയുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ ചിറ്റൂരിൽ വച്ച് പിടിയിൽ. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പണവുമായി പിടിയിലായത്. അങ്ങാടിപ്പുറം പരിയപുരം പൂക്കോട്ടിൽ ജംഷാദ് 46 വയസ്സ്, അങ്ങാടിപ്പുറം ചോലയിൽ അബ്ദുള്ള 42 വയസ്സ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. 2,97,50,000 രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്കാണ് പണം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ വാഹനത്തിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 500, 200, 100 രൂപയുടെ കെട്ടുകളാണ് പിടിച്ചെടുത്തത്. കാറിന്റെ പ്ലാറ്റ്ഫോമിൽ രഹസ്യ അറയുണ്ടാക്കി പണം സൂക്ഷിച്ചതിനു ശേഷം മെറ്റൽ ബോർഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് മറച്ചാണ് പണം കടത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുഴൽപ്പണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര മാഫിയയ്ക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പണത്തിന്റെ ഉറവിടം, കടത്തു കേന്ദ്രം എന്നിവയെക്കുറിച്ചും അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ലഹരി മരുന്നുമായി പിടിയിലായവരുടെ താമസ സ്ഥലത്തുനിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്നാണ് ലഹരി മരുന്ന് കണ്ടെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് കുന്നംകുളം ചൊവ്വന്നൂരിലായിരുന്നു ആദ്യ ലഹരിവേട്ട. ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കടത്തിയിരുന്ന 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയുമാണ് ആദ്യം പിടികൂടിയത്. ഗുരുവായൂർ പേരകം കാവീട് സ്വദേശി അൻസിൽ, താമരയൂർ സ്വദേശി നിതീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മമ്മിയൂരിൽ പ്രതികൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ 90 ഗ്രാം MDMA സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ച് ഫ്ളാറ്റിൽ നിന്ന് രാത്രിയോടെ 90 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. ഇതോടെ പ്രതികളിൽ നിന്ന് പിടികൂടിയ MDMA 150 ഗ്രാമായി. പ്രതികൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളിയെ മങ്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അകാരണമായി മർദ്ദിച്ചതായി പരാതി. മങ്കര കുനിയമ്പാടം സ്വദേശിയായ KM ഹംസയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസുകാരനടക്കം 4 പേർക്കെതിരെ മങ്കര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മങ്കര വെള്ള റോഡുള്ള തന്റെ കടയിൽ സുഹൃത്തും മങ്കര പഞ്ചായത്ത് അംഗവുമായ വിനോദ് കുമാറുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് ഹംസയുടെ അടുത്ത് കാർ നിർത്തിയിറങ്ങിയ മങ്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പേര് ചോദിക്കുകയും പേര് പറഞ്ഞുടനെ അകാരണമായി മുഖത്ത് മർദ്ദിക്കുകയായിരുന്നു എന്ന് ഹംസ പറഞ്ഞു. കാറിനകത്ത് മറ്റു 2 പേരും ഉണ്ടായിരുന്നതായാണ് വിവരം. പോലീസുകാരൻ മാത്രമാണ് കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നതെന്നും ഹംസ പറയുന്നു. അവിടെ എൻ്റെ വളറോടാണ് ഓഫീസ്, മങ്കര വളറോഡ്. ഞാൻ കുനിയമ്പാട് സ്വദേശിയാണ്. 10-20 പണിക്കാരിനെ വെച്ച് പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വളറോഡ് ഓഫീസിൽ പണിക്കാർക്ക് കൂലിയും കൊടുത്ത് അങ്ങനെ വൈകിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മങ്കര പഞ്ചായത്തിൻ്റെ മെമ്പറും ഉണ്ടായിരുന്നു, വിനോദ് പറയും. അങ്ങനെ മുമ്പ് ഞാനായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മങ്കര പോലീസ് സ്റ്റേഷനിലെ ഒരു അജീഷ് പറഞ്ഞ സാറ് വന്നിട്ട് ഹംസ ആരാണ് ചോദിച്ചു. അപ്പോൾ സാറ് ഞാനാണ് പറയലും അവൻ്റെ മുഖത്ത് ഇടിച്ചു. അങ്ങനെ ബ്ലഡൊക്കെ അങ്ങനെ വന്നു, മൂക്ക് പൊടി അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിച്ചു. പിന്നെ മൂക്കിൻ്റെ ഈ പാലം കൂടെ പൊട്ടി അങ്ങനെ ഇതായിട്ട് ഭയങ്കര വേദന. പിന്നെ കൈയൊക്കെ തിരിച്ച് എടുക്കുകയും ചെയ്തു. അപ്പോൾ വിനോദ് മെമ്പർ സാറേ എന്താണ്, ആരാണ് നിങ്ങൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ നീ മെമ്പറാണ്, നിന്നെയും തല്ലും പറഞ്ഞിട്ട് വിനോദ് മെമ്പറിന് അങ്ങനെ തള്ളിയിട്ട് കൊണ്ട് അങ്ങനെ അയാൾ ഓടുകയാണ് ചെയ്തത്. പക്ഷേ കാറിൽ 2-3-4 ആൾക്കാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ഇറങ്ങി വന്നത്. മുഖത്ത് സാരമായി പരിക്കേറ്റ ഹംസയെ പത്രിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹംസയുടെ മോണയിൽ നിന്നും രക്തം പൊട്ടിയൊഴുകുന്നതായും മൂക്കിൽ ചെറിയ പൊട്ടലുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. സംഭവമറിഞ്ഞ് മണ്ണൂർ LC സെക്രട്ടറി TR ശശി, CPM നേതാവ് OM മോഹൻരാജ്, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്,
വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും ആശുപത്രിയിലെത്തി. അതായത് ഒരു കാരണമില്ല, ഹംസയ്ക്ക് എന്തുകൊണ്ടാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്ന് അറിയാനുള്ള ഒരു അവകാശം പോലും കൊടുത്തിട്ടില്ല. ഇറങ്ങി വന്ന ഉടനെ ഗുണ്ടകളെക്കാൾ ഏത് ഒരു ലോക്കൽ ഗുണ്ട പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പോലീസ് സേനയിലുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അജീഷ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ അതിശക്തമായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അഡ്മിറ്റ് ആയിരിക്കുന്നത്. ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുകാരനെതിരെ എടുക്കണം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ എന്തിനാണ് തല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവനെ ആക്രമിക്കാനുള്ള പ്രവണതയാണ് ഈ പോലീസുകാരൻ കാട്ടിയത് എന്നാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമാതിരി അകാരണമായി ജനങ്ങളെ തല്ലാനും മറ്റ് ഭീഷണിപ്പെടുത്താനും തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചും എന്താ പറയുക, നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാതൃകാപരമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങി കൊടുക്കേണ്ടതാണ്. സംഭവത്തിനു ശേഷം തന്നെ മർദ്ദിച്ച പോലീസുകാരൻ ആശുപത്രിയിലെത്തി മാപ്പ് പറഞ്ഞതായും ഹംസ പറയുന്നു. പോലീസുകാരന്റെ നടപടിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെ തൃശൂർ കോർപ്പറേഷൻ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും റദ്ദാക്കിയത്. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരമാണ് കോർപ്പറേഷൻ തല ഓണാഘോഷം, ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി, പുലിക്കളി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനമായത്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. ഏറ്റവും വലിയ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് വയനാട് ജില്ലയിലുള്ള. നമുക്കെല്ലാവർക്കും അത് വളരെ സുദീർഘമാണ്. മുണ്ടക്കയത്തുണ്ടായ അപകടം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഇന്നും അതിന് വേർപാടിൻ്റെ ഭാഗമായി ഇന്നും 4 ശവശരീരങ്ങൾ നമുക്ക് അവിടെ ലഭിച്ചു എന്ന് പറയും. ലോകത്തിനകത്ത് ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് മലയാളികൾ. ആ മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാ ആഘോഷമായാലും അതുപോലെ തന്നെ വേർപാടായാലും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം, ഓണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മളും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CS സാജിദ്. പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം സുഗമമാക്കുക, പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടത്തിയ സമരസായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രത്തോളം ജനങ്ങൾ ദുരിതത്തിലായ ഒരു അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും പാലം കൈവരി സ്ഥാപിക്കൽ നടപടി വൈകും തോറും യാത്രക്കാരുടെ ദുരിതം വർദ്ധിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ പാലമെന്ന ആ സ്വപ്നം അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇന്ന് പത്രങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ പോലും ഈ പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ മാസങ്ങളുടെ താമസമുണ്ടാകും എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പതിറ്റാണ്ടുകളായി പട്ടാമ്പിയുടെ ആവശ്യമാണ് പട്ടാമ്പിയുടെ ഒരു പുതിയ പാലം എന്നുള്ളത്. ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള പട്ടാമ്പി കോച്ച് അതിൻ്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു 2018 പ്രളയത്തിലാണ് ഏറ്റവും വലിയ പരിക്ക് ഈ പാലത്തിനുണ്ടാകുന്നത്. അതിന്റെ കൈവരികൾ പോലും ഒലിച്ചുപോയി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി പാലത്തിന് പുതിയ കൈവരി അന്ന് സ്ഥാപിച്ചത്. 2019
പാലത്തിന് മുകളിലൂടെ വെള്ളം കടന്നുപോയപ്പോൾ പട്ടാമ്പിയിലെ MLA വലിയ പത്രസമ്മേളനം തന്നെ നടത്തി പറഞ്ഞത് അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ ആ വലിയ 25 ലക്ഷത്തിന്റെ കൈവരി അതിന്റെ ഉറപ്പ് കൊണ്ടാണ് ഈ പ്രളയത്തെ അത് അതിജീവിച്ചത് എന്ന്. പക്ഷേ വീണ്ടും ഒരു വലിയ പ്രളയമുണ്ടായപ്പോൾ, ഒരു വെള്ളത്തിന്റെ കുറ്റവെപ്പുണ്ടായപ്പോൾ ആ കൈവരികൾ മുഴുവൻ വലിച്ചുപോയ സാഹചര്യം നമ്മൾ കാണുകയാണ്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ അധ്യക്ഷനായി. CA റാസി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, റിയാസ് മുക്കോളി, PM സൈഫുദ്ദീൻ, KA റഷീദ്, KM മുജീബുദ്ദീൻ, AKM ഹനീഫ, TP ഹസൻ, ഷബീർ തോട്ടത്തിൽ, PKM ഷഫീഖ്, AKM അലി, K ഹംസ, ഷഫീഖ് പുഴയ്ക്കൽ, ഷിഹാബ് കരിമ്പുള്ളി, സിദ്ദിഖ് റഹീമി, ജാസിർ നാട്യമംഗലം, മൻസൂർ പാലത്തിങ്ങൽ, VPM ഇഹ്സാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനീർ പാലത്തിങ്ങൽ, റിയാസ് നമ്പ്രം, ഫൈസൽ പൂതാനിയിൽ, K അബ്ദുറഹ്മാൻ, ആബിദ് പറമ്പിൽ, റാഷിദ് കാരക്കാട്, ആഷിഖ്, ഹസീബ്, റിയാസ്, റാഫി, സൈദലവി, സലാം, അനസ് തുടങ്ങിയവർ സമരസായാഹ്നത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത ലീഗൽ സെൽ കൺവീനറുമായ ബഷീർ കല്ലേപ്പാടം ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മുനവറുൽ ഇസ്ലാം സംഘത്തിന്റെ വാർഷിക തിരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയം വഖഫിന്റെ സംരക്ഷണമാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ പാർലമെന്റിൽ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു, അല്ലേ? വഖഫ് ബിൽ. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1926 പിന്നീട് 1963 അതിനുശേഷം 54 63 അതിനുശേഷം 95 കൃത്യമായ ഭേദഗതികളോടുകൂടെ വിശാലമായ ഒരു ബില്ല്, ഒരു ആക്ട് വഖഫിന് പാസ്സാക്കിയിട്ടുണ്ട്. ആ ആക്ടിനെ അട്ടിമറിക്കുന്ന രൂപത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ആ ആക്ടിൽ ഇപ്പോൾ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ ഗൗരവം ഞാൻ ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ വന്ന ആക്ടിൽ പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പൊ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് ആളുകൾ തീരുമാനിക്കുന്നത്. അത് MP-മാരുടെ പാനലായാലും MLA-മാരുടെ പാനലായാലും ബാർ കൗൺസിലിന്റെ പ്രതിനിധിയാണെങ്കിലും അതേപോലെ മുത്തവല്ലി പ്രതിനിധിയാണെങ്കിലും നമ്മുടെ മഹലിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പോയി വോട്ട് ചെയ്തിട്ടാണ് വഖഫ് ബോർഡിലേക്ക് മെമ്പർമാരെ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. ആ സിസ്റ്റം കളഞ്ഞിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ വെക്കണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. രണ്ടാമത്, ഇത്രയും കോടിക്കണക്കിന് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഈ വഖഫ് സ്വത്തിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു അമുസ്ലിം ആകണമെന്ന നിയമമാണ് ഇപ്പൊ ബില്ലിൽ പറയുന്നത്. മഹൽ പ്രസിഡന്റ് TS മമ്മി ദേശമംഗലം അധ്യക്ഷനായി. മുനറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പൊതുയോഗത്തിൽ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അഷ്റഫ് വെള്ളത്ത് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും VM റഷീദ് കണക്കും അവതരിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ ബാഗവി, ബാദുഷാ അൻവരി, ട്രഷറർ AH ഹംസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബഷീർ കല്ലേപ്പാടം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകി. TS മമ്മി, CM മുഹമ്മദ് കാസിം, AH ഹംസ എന്നിവർ ഉൾപ്പെട്ട 23 അംഗ കമ്മിറ്റിയെ അടുത്ത 3 വർഷത്തേക്കായി തിരഞ്ഞെടുത്തു. KE ഇസ്മായിൽ യോഗത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര ബജറ്റിനെതിരെ FSCTയുടെ ആഭിമുഖ്യത്തിൽ മേലെ പട്ടാമ്പിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംഘടനയിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ FSCTO ജില്ലാ സെക്രട്ടറി K മഹേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ബില്ലിൽ നിന്ന് മോഡി പിന്തിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അന്ന് ആ പ്രക്ഷോഭ പരിപാടിയിൽ നിന്ന് കർഷകർ പിൻവലിയുമ്പോൾ ഉറപ്പുകൊടുത്ത ഒരു വാഗ്ദാനവും മോഡി ഗവൺമെന്റിന് പാലിക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, അന്ന് ഉറപ്പുകൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് മിനിമം താങ്ങുവില നടപ്പിലാക്കും എന്നാണ്. സായാഹ്ന ധർണയിൽ FSCTO താലൂക്ക് പ്രസിഡന്റ് V മനോജ് അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. FSCTO താലൂക്ക് സെക്രട്ടറി P ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും C ശ്രീദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. പർലി സർവീസ് സഹകരണ ബാങ്കിന്റെ 3ാമത് ശാഖ ഓടന്നൂരിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഒരു സുഹൃത്തിനെ പോലെയോ വേണ്ടപ്പെട്ടവരെ പോലെയോ ഏറ്റവും അടുത്ത മിത്രത്തെ പോലെയോ ചിരപരിചയമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം.
കേരളത്തിന്റെ സാമൂഹിക ഘടനയിലും സാമ്പത്തിക വളർച്ചയിൽ സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. മറ്റേതൊരു സംവിധാനത്തെക്കാൾ കൂടുതൽ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും ശക്തമായ ഒരു വേരോട്ടം നടത്തിയിട്ടുള്ളതും ഈ സഹകരണ മേഖലയാണ്. ബാങ്ക് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ രാമസ്വാമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്കിന്റെ സ്ട്രോങ് റൂം ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഹരിദാസും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവിയും നിർവഹിച്ചു. സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ എം വി ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഫ്ദർ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് അജിത്, പഞ്ചായത്ത് അംഗം മാലിനി, സഹകരണ ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ പി ബാലഗോപാലൻ, ഇ കാർത്തികേയൻ, എൻ നാഗരാജൻ, എ എഫ് ശിവദാസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി, ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കെ എം വീരാൻകുട്ടി, ഓടന്നൂർ ബാങ്ക് നിർമ്മാണ കമ്മിറ്റി കൺവീനർ എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ഡി ശശികുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബാങ്ക് ജീവനക്കാരുടെ പ്രതിനിധി എം ടി ജയപ്രകാശ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊട്ടായി. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസ ഷഷ്ഠി ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ഷഷ്ഠിയൂട്ട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കർക്കിടക മാസ ഷഷ്ഠിയോടനുബന്ധിച്ച് രാവിലെ 8:30 ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം ആരംഭിച്ചു. ഉച്ചയോടെ ഷഷ്ഠിയൂട്ടിന് തുടക്കമായി. തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രത്യേക പൂജകൾ നടന്നത്. പാലഭിഷേകം, ഗണപതി ഹോമം, പഞ്ചാമൃതം, വെള്ളനിവേദ്യം, ഷഷ്ഠി വഴിപാട് എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശോചനീയാവസ്ഥ തുടർന്ന് പറളി പതിപ്പാലം. ഇതിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരം. കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കയറി ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായ പറളി പതിപ്പാലത്തിൽ വെള്ളം താഴ്ന്നപ്പോഴാണ് പാലത്തിലെ പല ഭാഗങ്ങളും തകർന്ന വിവരം അറിയുന്നത്. പാലത്തിനു മുകളിലെ ടാറിംഗ് തകർന്ന് വലിയ ഗർത്തമായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റൂരിൽ 3 കോടിയുടെ കുഴൽപ്പണവുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ. കാറിൽ രഹസ്യ അറയുണ്ടാക്കി പണം കടത്തിയ സംഘം പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ. കുന്നംകുളത്ത് ലഹരി മരുന്നുമായി പിടിയിലായവരുടെ ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. പുതിയ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര സായാഹ്നം. കേന്ദ്ര ബജറ്റിനെതിരെ മേലെ പട്ടാമ്പിയിൽ FSCTO നേതൃത്വത്തിൽ സായാഹ്ന ധർണ. വയനാടിന് തൃശൂർ കോർപ്പറേഷന്റെ കണ്ണീർ പൂക്കൾ. ഈ വർഷം കോർപ്പറേഷന്റെ ഓണാഘോഷമില്ല. പുലിക്കളി ഉൾപ്പെടെ എല്ലാ ആഘോഷവും ഒഴിവാക്കാൻ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.